ഫ്രണ്ട്സ് സുഫി വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചെറിയൊരു ട്രിപ്പാണ്, കാറിലാണേ പോകുന്നത്. എൻ്റെ ഫാമിലിയുടെ കൂടെയാണ്. ഉമ്മയുണ്ട്, സിസ്സുണ്ട്, സിസ്സിൻ്റെ മോനുണ്ട്, എൻ്റെ മക്കളുണ്ട്. ബ്രദറിൻ്റെ കൂടെയാണ് കാറിൽ പോകുന്നത്. കാറിൽ പാട്ട് വെച്ചുകൊണ്ടാണ് മ്യൂട്ട് കൊടുത്തത്. അങ്ങനെ കേസ് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയിട്ട് പറയാം കേട്ടോ ഏതാ സ്ഥലം എന്ന്. പലർക്കും അറിയുന്ന സ്ഥലമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീട്ടിൽ നിന്ന് അവിടെ എത്താൻ കുറച്ച് ദൂരമുണ്ട് കേട്ടോ. പിന്നെ റോഡ് മുന്നിലെത്തിയപ്പോൾ ബ്ലോക്കിലും കുടുങ്ങി. ഇടയ്ക്കൊക്കെ നമുക്ക് നമ്മുടെ ഫാമിലിയുടെ കൂടെയൊക്കെ ഇതേപോലെ ട്രിപ്പ് പോകാൻ ഇഷ്ടമല്ലേ. ഉച്ചൻ്റെ മുമ്പ് ഇറങ്ങിയതാണ്, ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ടൈമൊന്നും നോക്കിയില്ല കേട്ടോ. വൈകുന്നേരമല്ലേ പോവാം. ഞങ്ങൾ ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടി നേരത്തെ ഇറങ്ങിയതാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. ഇത് ചെയ്യാതെ കാണണേ. മുമ്പേ പറഞ്ഞല്ലോ, കുറച്ച് ലോങ്ങാണ്. എളുപ്പത്തിലെത്താൻ പറ്റിയ റോഡ് ഉണ്ടായിരുന്നത്, പക്ഷേ അത് റോഡ് പണി നടക്കുന്നതുകൊണ്ട് അതിലേ പോകാൻ പറ്റില്ല പറഞ്ഞപ്പോൾ ഇങ്ങനെ പോയതാണ്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്കുള്ള റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഏകദേശം എത്താനായേ. എത്തിയിട്ട് കാണിച്ചു തരാമേ എവിടെയാണെന്ന്. അങ്ങനെ ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നു. മിനിറ്റുകൾ കൊണ്ട് നമ്മൾ അവിടെ എത്തി ഗൈസ്. ഇങ്ങനെ നമ്മൾ എത്തിയത് കാപ്പാട് ബീച്ചിലാണ്. വീഡിയോ കാണുന്നവരിൽ കാപ്പാട് ബീച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഉച്ചയുടെ മുമ്പ് വന്നതുകൊണ്ട് അങ്ങനെ ആളുകളൊന്നും ഇല്ലായിരുന്നു, തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കാപ്പാട് ബീച്ചിൽ വരാൻ ഇഷ്ടമാണോ? കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പാർക്കുകളൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ പാർക്ക് ചെയ്ത് ഒരു സ്ഥലത്ത് ഇരുന്നു കേട്ടോ. കുറച്ച് നേരം അവിടുത്തെ കാഴ്ച കണ്ടു. മക്കൾക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തു. അപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണേ വീട്ടിലോട്ട്. ബീച്ചിലൊക്കെ പോയാൽ നമുക്ക് മസ്റ്റ് ഉപ്പിലിട്ടതല്ലേ. ഉപ്പിലിട്ട വാങ്ങാത്തവരാരെങ്കിലും ഉണ്ടാവുമോ? അങ്ങനെ കാർ നിർത്തി ഒരു കടയിൽ നിന്ന് വാങ്ങിയിട്ടോ. പേരക്ക, നെല്ലിക്ക, മാങ്ങ, ലേസ് ഇതൊക്കെ വാങ്ങിയിട്ടോ. അങ്ങനെ കാറിലിരുന്നാണ് തിന്നുന്നത്. വാങ്ങിയതൊക്കെ തിന്നും കൊണ്ട് നേരെ കൊയിലാണ്ടിക്ക് വിട്ടു കേട്ടോ. അവിടുന്ന് ഞങ്ങൾ ഉച്ചക്കേക്കുള്ള ഒരു മന്തി വാങ്ങി തിരിച്ച് നേരെ വീട്ടിലോട്ടും.